വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയുള്ള ഡിസ്കഷൻ്റെ ഭാഗമാണ്. 76 മുതൽ 100 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 100 വരെയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വെൻ വാസ് ദ കോയിനേജ് ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യ? കോയിനേജ് ആക്ട് എന്നാണ് ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ളതെന്നാണ് ചോദ്യം. 1935, 1949, 1906, അതുപോലെ 1990. 4 വർഷങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എന്നാണ് കോയിനേജ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. കോയിനേജ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? വർഷം 1906 കോയിനേജ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഡേറ്റും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. 2 മാർച്ചിനാണ് കേട്ടോ. 2 മാർച്ച് 1906 ആണ് കോയിനേജ് ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. 2 മാർച്ച് 1906. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എ ഡാഷ് ബാങ്കർ ബിക്കംസ് ഹോൾഡർ ഫോർ വാല്യൂ വേർ ഹീ ക്രെഡിറ്റ്സ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി ഓൺ റിസീപ്റ്റ് ഓഫ് ദ ചെക്ക് ഫ്രം ദ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ആരാണെന്നാണ്? പേയിങ് ബാങ്കറാണോ, കളക്റ്റിംഗ് ബാങ്കറാണോ, ഡ്രോയി ബാങ്കറാണോ, ഓൾ ഓഫ് ദി എബവ് ആണോ, ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതായത് ഒരു ബാങ്കർ പെട്ടെന്ന് തന്നെ, അതായത് ചെക്ക് കിട്ടുമ്പോൾ തന്നെ, ചെക്ക് ലഭിച്ച ഉടനെ തന്നെ ഉപഭോക്താവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന ബാങ്കർ ആ ഒരു പൈസയുടെ ഒരു ഓണറായി മാറുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹോൾഡർ ഫോർ വാല്യൂ ആയി മാറുകയാണ്. അത് ഏത് ബാങ്കാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡാഷ് ബാങ്കർ ബിക്കംസ് ഹോൾഡർ ഫോർ വാല്യൂ, ആ വാല്യൂവിൻ്റെ ഉടമയാവുക അല്ലെങ്കിൽ ഓണറാവുക അല്ലേ. വേർ ഹീ ക്രെഡിറ്റ്സ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി ഓൺ റിസീപ്റ്റ് ഓഫ് ദ ചെക്ക് ഫ്രം ദ കസ്റ്റമർ എന്ന് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതേതാണ്? അതിന് പേരെന്താണ്? കളക്റ്റിംഗ് ബാങ്കറാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്, കളക്റ്റിംഗ് ബാങ്കറാണ് പിന്നെ അതിൻ്റെ ഉടമയായിട്ട് വരിക. 78ാമത്തെ ചോദ്യം സെക്ഷൻ 26 സബ്സെക്ഷൻ എ ആണ് ചോദിച്ചിട്ടുള്ളത്. 26A ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ ചോദിക്കാറുള്ളതാണ്. ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ബാങ്ക്സ് ടു ട്രാൻസ്ഫർ അൺക്ലെയിംഡ് ബാലൻസസ് ടു ഡെഫ് അക്കൗണ്ട്, അതുമായി ബന്ധപ്പെട്ടതാണോ? ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണോ? മെയിൻറ്റെയിനിങ് SLR ആണോ? അതോ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് റിക്വയർമെൻറ്റ് ഫോർ ബാങ്കിങ് കമ്പനീസ്, ഏതാണ് ഈ ഒരു സെക്ഷൻ 26A എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ഡെഫ് അക്കൗണ്ടുമായി മാറ്റുന്നതാണ് എന്ത്? ഡെഫ് അക്കൗണ്ടിലേക്ക് മാറ്റില്ലേ, അതുമായി ബന്ധപ്പെട്ടതാണ് 26A ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണത്. ആ ഡെഫ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ബാങ്ക്സ് ടു ട്രാൻസ്ഫർ അൺക്ലെയിംഡ് ബാലൻസസ് ക്ലെയിം ചെയ്യാത്ത ബാലൻസസ് എല്ലാം എവിടേക്കാണ് മാറ്റുക? ഡെഫ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക അല്ലേ. ഓക്കെ, അത് സെക്ഷൻ 26A കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് അതോറിറ്റീസ് ഷോൾ ഹാവ് ദ പവേഴ്സ് ഓഫ് സിവിൽ കോർട്ട് വൈൽ ട്രൈയിങ് എ സ്യൂട്ട് അണ്ടർ ദ സിവിൽ പ്രൊസീജിയർ കോഡ് 1909 കീഴിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആർക്കൊക്കെയാണ് ഒരു സിവിൽ കോർട്ടിൻ്റേതായിട്ടുള്ള അതോറിറ്റീസ് ഉള്ളത്? അന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ലോയിൽ അല്ലേ. ഇന്ന ആൾക്കാർക്ക് സിവിൽ കോർട്ടിൻ്റേതായ പദവിയുണ്ട് അല്ലെങ്കിൽ പവേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രാർ ആണോ, ആർബിട്രേറ്റർ ആണോ, ലിക്വിഡേറ്റർ ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, രജിസ്ട്രാർക്ക് എന്തുണ്ട്? സിവിൽ കോടതിയുടേതായ പവേഴ്സ് ഉണ്ട്, ആർബിട്രേറ്റർക്ക് ഉണ്ട്, ലിക്വിഡേറ്റർക്ക് ഉണ്ട്. അപ്പോൾ ഉത്തരമായിട്ട് വരിക ആരാണ്? ഓൾ ഓഫ് ദീസ് ആണ് അല്ലേ, എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം റീഫിനാൻസ് ഫോർ അഗ്രികൾച്ചറൽ ടേം ലോൺസ്. അഗ്രികൾച്ചറൽ ടേം ലോണിൽ റീഫിനാൻസ് കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിന് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. അഗ്രികൾച്ചറൽ ടേം ലോൺസ് റീഫിനാൻസ് കൊടുക്കുന്നത് ആരാണ്? ഇതിൽ പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ. നമുക്ക് അഗ്രികൾച്ചറൽ ടേമെന്നും ലോണെന്നും റീഫിനാൻസ് എന്നും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാളെന്നെയാണ് ഓർമ്മ വരും, നബാർഡിനെ ഓർമ്മ വരും. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ എന്തില്ല? നബാർഡില്ല. NCDCയും RBIയും സെൻട്രൽ ഗവൺമെൻറ്റും നൺ ഓഫ് ദീസുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉത്തരം നാച്ചുറലി എന്തായിരിക്കും? നൺ ഓഫ് ദീസ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ആൻസർ നബാർഡാണല്ലോ, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എന്താണ്? നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ
ആഫ്റ്റർ ദ കൺഫർമേഷൻ ഓഫ് സെയിൽ അണ്ടർ റൂൾ 81 പ്രകാരം കൺഫർമേഷൻ ഓഫ് സെയിൽ നടന്നു. അപ്പോൾ രജിസ്ട്രാർ ഷോൾ ഗ്രാൻഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ കൊടുക്കും പർച്ചേസർക്ക്. അത് ഏത് ഫോം നമ്പറിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫോം നമ്പേഴ്സൊക്കെ നമ്മൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഫോം നമ്പർ ജസ്റ്റ് എല്ലാ ഫോം നമ്പറും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ഫോം നമ്പറും ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രജിസ്ട്രാർ ഷോൾ ഗ്രാൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ പർച്ചേസർക്ക് കൊടുക്കുന്നത് ഏത് ഫോം നമ്പറിലാണ് എന്നാണ് ചോദ്യം കേട്ടോ. ഫോം നമ്പർ 38 ആണോ, ഫോം നമ്പർ 39 ആണോ, ഫോം നമ്പർ 40 ആണോ, ഫോം നമ്പർ 41 ആണോ? അപ്പോൾ 39 കേട്ടോ കൊടുക്കുന്നത്. സോ അതൊന്ന് പഠിച്ചു വയ്ക്കുക. 39 എന്ത് കൊടുക്കുന്നത് ഏത് നമ്മുടെ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കേട്ടോ. കൺഫർമേഷൻ ഓഫ് സെയിലാണ്. കൺഫർമേഷൻ ഓഫ് സെയിൽ നടത്തി കഴിഞ്ഞാൽ കൺഫർമേഷൻ സെയിൽ സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ പർച്ചേസർക്ക് കൊടുക്കണം. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാലാണ് ആൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഇപ്പോൾ സ്ഥലമാണോ വാങ്ങിയതെങ്കിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും ആധാരങ്ങളും അതുമായി ഉള്ള ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ ആൾക്ക് പിന്നെ അതിനെ തുടർന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺസ് ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ രജിസ്ട്രാർ വൈൻഡപ്പ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോട്ട് എ റീസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒന്ന് നോട്ട് ചെയ്യണം. നോട്ട് എ റീസൺ ചോദിച്ച കാരണം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി റെഡ്യൂസ്ഡ് ടു ദ പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റ്. പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ നിന്നും താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രജിസ്ട്രാർ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പുറപ്പെടുവിക്കും. ഓക്കെ, അതൊരു രജിസ്ട്രാറിൻ്റെ സിയോമോട്ടോ പ്രകാരം രജിസ്ട്രാർ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ രണ്ടാമത്തെ പറയുന്നത് ആൻ എൻക്വയറി റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ 65 പ്രകാരം ഒരു എൻക്വയറിക്ക് ഉത്തരവിട്ടു. എൻക്വയറി റിപ്പോർട്ട് വന്നു, അപ്പോഴും അങ്ങനെ ആവാം എന്നാണ് പറയണത്. ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ നോട്ട് ലെസ് ദാൻ 3/4 മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി വന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം എ സൊസൈറ്റി ഫെയിൽസ് ടു കമൻസ് ഇറ്റ്സ് വർക്കിംഗ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. 6 മാസമായിട്ടും എന്തില്ല വർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടും എന്തില്ല വർക്ക് തുടങ്ങിയിട്ടില്ല. രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസമായിട്ടും എന്ത് തുടങ്ങിയിട്ടില്ല, കമൻസ് ബിസിനസ് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ആകുമ്പോഴും എന്ത് ചെയ്യാം, വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് അതിൽ ഉത്തരമായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലാത്തത്. അപ്പം നമ്പർ ഓഫ് മെമ്പേഴ്സ് റെഡ്യൂസ്ഡ് ടു പ്രിസ്ക്രൈബ്ഡ് മിനിമം ലിമിറ്റ് ആണ് അല്ലേ. അങ്ങനെ ഓർഡർ ഇടാം, വൈൻഡിങ് അപ്പിന് ഓർഡർ ഇടാം. എൻക്വയറി റിപ്പോർട്ട് വന്നു സെക്ഷൻ 65 പ്രകാരം. അങ്ങനെയും ഒരു സൊസൈറ്റീനെ എന്ത് ചെയ്യാം, വൈൻഡിങ് അപ്പ് ഓർഡർ രജിസ്ട്രാർക്ക് പുറപ്പെടുവിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. 3/4 കുറയാത്ത ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താൽ വൈൻഡപ്പ് ചെയ്യുമോ? അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ? ആരെങ്കിലും 4/3 ആൾക്കാർ, 3/4 ആൾക്കാർ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് വൈൻഡിങ് അപ്പ് ഓർഡറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താൽ എന്തില്ല, അങ്ങനെ ഒരു നടത്തലില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. പിന്നെ സൊസൈറ്റി ഫെയിൽസ് ടു 6 മാസത്തിനകം അത് പറയുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ സി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ബാക്കിയുള്ള കേസസൊക്കെ നമ്മുടെ രജിസ്ട്രാറുടെ കേസിൽ പറയുന്നതാണ്. അത് പഠിച്ചാൽ നമുക്കത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കേട്ടോ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, പ്രത്യേകം ഓർക്കണം. മൂവബിൾ അല്ല, ഇമ്മൂവബിൾ ആണ്. അപ്പോൾ രണ്ടും നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അക്വയർ ചെയ്തൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കേട്ടോ ത്രൂ സെയിൽ by the sale officer through any legal proceedings for realization of loan amount shall be disposed by the society within. എത്ര വർഷത്തിനകം ഡിസ്പോസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ പിടിച്ചു വെച്ച അവരുടെ കയ്യിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രയർ അപ്രൂവൽ വേണം. ആരുടെ? രജിസ്ട്രാറുടെയും വേണം, ജനറൽ ബോഡിയും വേണം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ. അപ്പോൾ അത് എത്ര വർഷമാണ്? അത് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. PYQ ആയിട്ട് ചോദിച്ച് ധാരാളം പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് കേട്ടോ. 7 വർഷമാണ്. 7 വർഷത്തിനുള്ളിൽ അത് ഡിസ്പോസ് ചെയ്യണം, വിറ്റിരിക്കണം എന്നാണ് പറയുന്നത്. വിൽപ്പനയ്ക്ക് വെക്കണം. 7 വർഷം മാത്രമേ സൊസൈറ്റി അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊണ്ടു നടക്കാൻ പാടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ദ എലക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ ബി കണ്ടക്റ്റഡ് ബൈ. അപ്പോൾ പുതിയ അമെൻമെൻറ്റ് വന്നപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെയും ഒക്കെ യൂണിയൻ്റെ ഇലക്ഷൻ ആരിൽ നിക്ഷിപ്തമായിട്ടുണ്ട്? നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അപ്പോൾ ഉത്തരം എളുപ്പമാണ്. രജിസ്ട്രാർ ആണോ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണോ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ് ഓഫ് താലൂക്ക് ആണോ, സെക്രട്ടറി
സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി ആണോ ഇവിടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. സോ നമുക്കറിയാം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആൻ അപ്പീൽ ഫയൽഡ് ബിഫോർ ദ ട്രിബ്യൂണലിന് മുന്നാകെ സമർപ്പിച്ച ഒരു അപ്പീൽ അല്ലേ, അത് ഡിസ്പോസ് ചെയ്യേണ്ടത് എത്ര ദിവസത്തിനകമാണ്? ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് അപ്പീൽ ബൈ ദ ട്രിബ്യൂണൽ വിത്ത് ഡയറക്ഷൻ ടു കമ്മ്യൂണിക്കേറ്റ് ദ കോപ്പീസ്. പാർട്ടീസിനെ അറിയിക്കേണ്ട, കോപ്പീസ് കൊടുത്ത് അറിയിക്കേണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ദിവസം കൂടി ഈ ഒരു ക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതായിരിക്കും ഡിസ്പോസ് ചെയ്യേണ്ട കാലാവധി, അപ്പീൽ ഡിസ്പോസ് ചെയ്യേണ്ട കാലാവധി എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പീൽ ഡിസ്പോസ് ചെയ്യേണ്ട കാലാവധി എത്രയാണെന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടും അല്ലേ, 6 months 15 ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഏതാ വരിക? 6 months അപ്പീൽ ഫയൽഡ് ബിഫോർ ദ ട്രിബ്യൂണൽ ഷാൾ ബി ഡിസ്പോസ്ഡ് വിത്തിൻ 6 months എന്നാണ് പറയുക. 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ അപ്പീൽ മെയ്ഡ് ബൈ ദ ട്രിബ്യൂണൽ. അതുപോലെ വിത്ത് ഡയറക്ഷൻ ടു കമ്മ്യൂണിക്കേറ്റ് ദ കോപ്പീസ് 15 daysനകം പാർട്ടീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി നോക്കി വെക്കണം. റൂൾ 66A എന്താ പറയണത്? റൂൾ 66A 1969 ഡീൽസ് വിത്ത് എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ ആണോ, എൻക്വയറി അണ്ടർ സെക്ഷൻ 68 ആണോ, പവർ ഓഫ് എൻക്വയറി ഓഫീസർ ആണോ, പ്രൊസീജിയർ ഫോർ ഇൻസ്പെക്ഷൻ ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരിക എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 66 എന്ന് പറഞ്ഞാൽ എൻക്വയറി ഇൻസ്പെക്ഷൻ ഓഫ് വിജിലൻസ് ഓഫീസറാണ് എന്ത് 66A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്പെഷ്യൽ പ്രൊവിഷൻസിനായിട്ട് പ്രത്യേക ഒരു ചാപ്റ്റർ ഉണ്ട്, അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ റൂൾ, ഏത് റൂള് പ്രകാരമാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്, അതാണ് നോക്കുന്നത്. അപ്പോൾ അത് 28A ആണ് കേട്ടോ. റൂൾ 28A ആണ്. ചാപ്റ്റർ ആണെങ്കിലോ 3A ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത് വന്ന മാറ്റങ്ങളായതുകൊണ്ട് തന്നെ നന്നായി പഠിച്ചു വയ്ക്കാം. 28Aയും 3Aയും ആണ് വരിക കേട്ടോ. ഓക്കെ, 28Aയും 3Aയും KCS റൂൾസിൻ്റെ 3Aയിലാണ് പ്രതിപാദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ പ്രൊവിഷൻ ആരെക്കുറിച്ചിട്ടുള്ള? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചിട്ടുള്ള. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഹൂ ഷാൾ ഫ്രെയിം യൂണിഫോം സർവീസ് റൂൾസ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് കേട്ടോ. യൂണിഫോം സർവീസ് റൂൾസും കണ്ടക്ടർ റൂൾസും എംപ്ലോയീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആരാണ് പുറപ്പെടുവിക്കുന്നത്? രജിസ്ട്രാർ ആണോ, ജനറൽ ബോഡി ആണോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ, ഗവൺമെൻറ് ആണോ? അപ്പോൾ നമുക്കറിയാം അല്ലേ, ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? ഇവിടെ ഫ്രെയിം ചെയ്യുന്നത് യൂണിഫോം സർവീസ് റൂൾസ് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചോളൂ. ഗവൺമെൻറ് ആണ് ഇവിടെ എന്ത് ചെയ്യുക, ഗവൺമെൻറ്റാണ് ഫ്രെയിം ചെയ്യുക. യൂണിഫോം സർവീസ് റൂൾസും കണ്ടക്ട് റൂൾസും എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഓക്കെ, ഹൂ ഷാൾ ബി ലയബിൾ ടു പേ പീനൽ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 8%? 8% പീനൽ ഇൻട്രസ്റ്റ് അടയ്ക്കണം. എന്താ കാര്യം? ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് റെമിറ്റൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്തെങ്കിലും രീതിയിൽ അടയ്ക്കാൻ പറ്റാതെ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ 8% എന്ത് ചെയ്യണം? പീനൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ, ചീഫ് എക്സിക്യൂട്ടീവ് ആണോ, പ്രസിഡൻ്റ് ആണോ, പ്രസിഡൻറ്റും സെക്രട്ടറിയും രണ്ടുപേരും കൂടി ഒരുമിച്ചാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് കേട്ടോ. ഇവിടെ ഉത്തരം വരിക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അദ്ദേഹമാണ് പീനൽ ഇൻട്രസ്റ്റ് അടയ്ക്കുക 8% കേട്ടോ, മുഴുവൻ അടച്ചില്ലെങ്കിൽ. അടുത്തത്, എവറി അപ്പീൽ ടു കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ആസ് പെർ സെക്ഷൻ 82 ഷാൾ ബി ഫയൽഡ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് അവാർഡ് ഓർ ഡിസിഷൻ. അതായത് അപ്പീൽ കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൽ കൊടുക്കുന്ന അപ്പീലുണ്ടല്ലോ സെക്ഷൻ 82 പ്രകാരം, അത് ഫയൽ ചെയ്യേണ്ടത് എത്ര നാൾക്കകമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 30 days ആണോ, 90 days ആണോ, 45 days ആണോ, 60 days ആണോ, ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 60 days ആണെന്ന്. 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് അവാർഡ്, അങ്ങനെയാണ് പറയും. ഓക്കെ, അവാർഡ് ഓർ ഡിസിഷൻ. അപ്പോൾ അത് 60 days ആണ്, 60 ദിവസത്തിനകമാണ്. ഇനി അടുത്തത്, എവറി ആപ്ലിക്കേഷൻ ഫോർ ഓപ്പണിംഗ് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണ് കേസ് കാർഡ് ബാങ്ക്. അപ്പോൾ എത്ര ചലാനം അടയ്ക്കണം എന്നാണ് ചോദ്യം. ഈ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് കേട്ടോ. അപ്പോൾ കേസ് കാർഡ് ബാങ്ക് ആയ കാരണം തന്നെ 15,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ഡിവൈഡ് ഇറ്റ് സെൽഫ് ഇൻ ടു 2 or അതിലധികമോ 2 or more സൊസൈറ്റീസ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ ഡാഷ്. മുൻകൂട്ടി അപ്രൂവൽ വേണം.
ഡാഷ് ആൻഡ് റെസല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ട്. മെജോറിറ്റി എത്രയാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിനാൻസിങ് ബാങ്ക് 1/3 ആണോ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ 2/3 ആണോ, രജിസ്ട്രാർ സിമ്പിൾ ആണോ, അതോ രജിസ്ട്രാർ മോർ ദാൻ 50%? ഏത് രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, പ്രയർ അപ്രൂവൽ ആരുടെയാണ് വേണ്ടത് എന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ രജിസ്ട്രാർ തന്നെയാണ് ഉത്തരം കേട്ടോ. രജിസ്ട്രാറാണ്. പിന്നെ സിമ്പിൾ മെജോറിറ്റിയാണ് ഇവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്ത് ശ്രദ്ധിച്ചാലല്ലേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. രജിസ്ട്രാറാണ് ഇവിടെ പറയുന്നത്. പിന്നെ റെസല്യൂഷൻ പാസ് ചെയ്യുന്നത് സിമ്പിൾ മെജോറിറ്റിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് ഒന്നും കൂടി വായിക്കാം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ഡിവൈഡ് ഇറ്റ് സെൽഫ് ഇൻ ടു 2 or more സൊസൈറ്റീസ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ ആൻഡ് റെസല്യൂഷൻ പാസ്ഡ് ബൈ സിമ്പിൾ മെജോറിറ്റി എന്നാണ് പറയുക. സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് അറ്റ് എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 93ാമത്തെ ചോദ്യമാണ്. എനി സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ 14A പറയുന്ന ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷാൾ എക്സിസ്റ്റ് ഓൺലി ആസ് ലോങ് ആസ് ഡാഷ് ഡീംസ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് നെസസറി. അതായത് ഇപ്പോൾ ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി അതിൻ്റെ കാലാവധി, അതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ കാലാവധി ആരാണ് തീരുമാനിക്കുന്നതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. രജിസ്ട്രാർ ആണോ, ജനറൽ ബോഡി ആണോ, മാനേജിങ് കമ്മിറ്റി ആണോ, അതോ ബോത്ത് എയും ബിയും കൂടി, അതായത് രജിസ്ട്രാറും ജനറൽ ബോഡിയും കൂടി കൂടിയിട്ടാണോ ഈ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാലാവധി തീരുമാനിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ജനറൽ ബോഡി തന്നെയാണ് അവിടെ പരമാധികാരിയായിട്ടുള്ളത് കേട്ടോ. ജനറൽ ബോഡിയാണ് ഉത്തരം. അടുത്തത് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് വൺ ഈസ് കറക്റ്റ്? ഏതാണ് കറക്റ്റ് എന്നാണ്. ബൈലോ അമെൻമെൻറ്റ് കറക്റ്റ് മാത്രം നമ്മൾ പിക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബൈലോ അമെൻമെൻറ്റ് ആൻഡ് എക്സ്പെൽഷൻ ഫ്രം മെമ്പർഷിപ്പ് 2/3 മെജോറിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ അത് ശരിയായൊരു പ്രസ്താവനയാണ് അല്ലേ. ബൈലോ അമെൻമെൻറ്റ് 2/3, എക്സ്പെൽഷനും എന്താണ് അതുമായി ബന്ധപ്പെട്ടതാണ്, 2/3 ആണ്. എന്നാൽ ബൈലോ അമെൻമെൻറ്റും അമാൾഗമേഷനും വന്നിട്ടുണ്ട്. അടുത്തത് അമാൾഗമേഷൻ സിമ്പിൾ മെജോറിറ്റി ആക്കിയിട്ടുണ്ട്, സോ അത് തെറ്റാണ്. അതുപോലെ തന്നെ അമാൾഗമേഷനും പാസിംഗ് ബജറ്റ് പാസ് ചെയ്യുന്നതിന് എത്ര മെജോറിറ്റി വേണമെന്നുള്ളത് അതൊന്നും കറക്റ്റ് അല്ല. അപ്പോൾ പർച്ചേസ് ഓഫ് ലാൻഡഡ് പ്രോപ്പർട്ടി, റൈറ്റ് ഓഫ് ചെയ്യുന്ന ഇറക്കവറബിൾ അസറ്റ് ജനറൽ ബോഡീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? എ ആണ് കേട്ടോ. അടുത്തത് 95ാമത്തെ ചോദ്യമാണ്. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുമ്പോഴെപ്പോഴാണെന്നാണ് എൻഡ് അവസാനിക്കുന്നത്? കസ്റ്റമർ മരിക്കുമ്പോഴാണോ, കസ്റ്റമർ ബിക്കംസ് ഇൻസെയിൻ ആയ എന്തെങ്കിലും സംഭവിക്കുമോ, കസ്റ്റമർ ബിക്കംസ് ഇൻസോൾവെൻ്റ് ആയ എന്തെങ്കിലും എന്താണ് സംഭവിക്കുക? ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈ ഓൾ ഓഫ് ദി എബോവ് ആണ് ഉത്തരം. ഇതിലെന്ത് തന്നെ വന്നിരുന്നാലും ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കും, ആ ഒരു കോൺട്രാക്റ്റ് പിൻവലിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ 96ാമത്തെയാണ്. ഇഫ് എനി സൊസൈറ്റി ഫെയിൽസ് ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാൻ ഫയലായി. എന്തിനെ സംബന്ധിച്ചിട്ടാണ് ക്വാർട്ടർലി റിട്ടേൺസ് സമർപ്പിക്കുക? ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. അത് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ആസ് പെർ ഡാഷ് ഷാൾ ബി ലയബിൾ ടു പേ ഫൈൻ നോട്ട് എക്സീഡിങ് 10,000 rupees എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫൈനൊക്കെ ഉണ്ട് 10,000 rupees കുറയാത്ത രീതിയിലുള്ള എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ക്വാർട്ടർലി റിട്ടേൺസ് ക്രെഡിറ്റ് ആക്ടിവിറ്റീസായി ബന്ധപ്പെട്ടിട്ട് അത് സമർപ്പിക്കാൻ ഫെയിലായാലത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവിനാണ് അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഉള്ളത്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് എന്താണ് ചെയ്യുക? സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. 66 തന്നെയാണ് സൂപ്പർവിഷൻ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടത്. 66C2 ആണ് കേട്ടോ. ഓക്കെ, ഉത്തരം അതാണ് വരിക. 66C സബ്സെക്ഷൻ സിയിൽ വീണ്ടും സബ്സെക്ഷൻ 2 ആണ് വരിക കേട്ടോ. C2. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദി ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഡിസൈഡ് ചെയ്യുകയാണ് ടു എൻഹാൻസ് ഷെയർ വാല്യൂ ഉയർത്തണമെന്ന് ജനറൽ ബോഡി തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് എ മെമ്പർ ടു കണ്ടിന്യൂ മെമ്പർഷിപ്പ് വിൽ റിമെയിൻ. എത്ര വർഷം അദ്ദേഹം അടച്ചില്ലെങ്കിലും എത്ര വർഷം ആൾക്കത് നിലനിൽക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഷെയർ വാല്യൂ എത്ര നാൾക്കകം നിലനിൽക്കും? ഇത് ജനറൽ ബോഡി കൂട്ടിയെങ്കിലും പഴയ നിരക്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നിൽക്കാമല്ലോ, അതാണ് പറഞ്ഞത്. എത്ര നാൾ അവരത് അതും കൊണ്ട് നടക്കാം തിരിച്ചടവൊന്നും അടയ്ക്കാതെ.
അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. 5 ഇയേഴ്സാണ് പറയുന്നത് കേട്ടോ, 5 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്റ്റെയിൻ ചെയ്യും ഒരു പോർഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ ബൈ ഡെപ്പോസിറ്റ് ആയിട്ട്, ആൻഡ് നോട്ട് കമ്മിങ് വിത്ത് ദ പെർവ്യൂ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഷോൾ മെയിൻറ്റെയിൻ ഡാഷ് ഇൻ സച്ച് ഫോം ആൻഡ് അക്കോർഡിംഗ് ടു സച്ച് സ്റ്റാൻഡേർഡ് ഫിക്സഡ് ബൈ ദ ഗവൺമെൻറ് ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡൊക്കെ അനുസരിച്ചിട്ട് വേണം. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ BR ആക്ടിൽ മെൻഷൻ ചെയ്യാത്ത പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ പോർഷൻ എടുത്തു വയ്ക്കണമല്ലോ. കാരണം RBIയിൽ നിക്ഷേപമൊന്നുമില്ല, കാരണം BR ആക്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല. സോ അവർക്ക് റെസ്ട്രിക്ഷൻസ് അവിടെ നിന്നില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യണം, ഇവിടെ റിസർവ് ഫണ്ടാണോ മാറ്റി വയ്ക്കുക, കോമൺ ഗുഡ് ഫണ്ടാണോ അതിനു വേണ്ടി മാറ്റി വയ്ക്കുക, ഫ്ലൂയിഡ് റിസോഴ്സസ് ആണോ, നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഇവിടെ അറിയാം ഫ്ലൂയിഡ് റിസോഴ്സസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജൊക്കെ തന്നിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഫ്ലൂയിഡ് റിസോഴ്സസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ ഫോളോയിങ് ലിസ്റ്റ് ഓഫ് കൺട്രിയുടെ ക്യാപിറ്റലും കറൻസിയൊക്കെ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കറക്റ്റാണോ കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കാൻ. അപ്പോൾ ഒന്നാമത്തെ അർജൻറ്റീനയാണ്, ബ്യൂണസ് അയേഴ്സ് എൻ. അപ്പോൾ അർജൻറ്റീന ബ്യൂണസ് അയേഴ്സ് ആണ് പിന്നെ ക്യാപിറ്റല്. പിന്നെ കറൻസി എൻ ആണോ എന്നാണ് ക്വസ്റ്റ്യനിൽ. കറൻസി എൻ ആണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇതിൽ. രണ്ടാമത്തത് ഫിലിപ്പീൻസ് മാനില പെസോ, റൊമാനിയ ലിസ്ബൺ ല്യൂ, പോളണ്ട് വാർസോ സ്ലോട്ടി. അത്രയും കൺട്രീസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ഏതാണ് എന്താണെന്നൊക്കെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള എൻ ആണ്. അർജൻറ്റീന ബ്യൂണസ് അയേഴ്സ് കറക്റ്റാണ്, പക്ഷേ എൻ തെറ്റാണ്. എൻ ജപ്പാനിൻ്റെയാണ് കേട്ടോ. സോ അപ്പോൾ ഓസ്ട്രേലിയയുടെ നിങ്ങൾ എഴുതി വെക്കണം, പെസോ എന്നാണ് പേര് കേട്ടോ. ഓസ്ട്രേലിയൻ പെസോ എന്നാണ് പറയുക, പെസോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫിലിപ്പീൻസ് മാനില പെസോ, അത് ശരിയാണ് കേട്ടോ. ഫിലിപ്പീൻസ് മാനിലയാണ് ആസ്ഥാനമായിട്ട് വരിക, പെസോ ആണ് കറൻസി. ഇനി റൊമാനിയ ലിസ്ബൺ ല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. റൊമാനിയ ലിസ്ബൺ ല്യൂ. അപ്പോൾ ലിസ്ബൺ ഒരിക്കലും റൊമാനിയയുടെ ക്യാപിറ്റൽ അല്ല, ബുച്ചാറസ്റ്റ് ആണ് കേട്ടോ. ബുക്കാറസ്റ്റ് എന്നൊക്കെ പറയും, ബുക്കാറസ്റ്റ് എന്നൊക്കെ പറയും റൊമാനിയയ്ക്ക് കേട്ടോ. റൊമാനിയ ആരുടെ, ലിസ്ബൺ ല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലിസ്ബൺ പോർച്ചുഗലിൻ്റെയാണ് കേട്ടോ. ലിസ്ബൺ ആരുടെയാണ്, പോർച്ചുഗലിൻ്റെയാണ്. റൊമാനിയയുടെ ക്യാപിറ്റലാണ് പറഞ്ഞത് ബുക്കാറസ്റ്റ്, BUCHAREST എന്നാണ് വായിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലിസ്ബൺ പോർച്ചുഗലിൻ്റെ നാടാണ്. ഓക്കെ, ഇനി താഴെ പോളണ്ടും വാർസോയും സ്ലോട്ടിയും പറഞ്ഞിട്ടുണ്ട്. അതും പോളണ്ടും വാർസോയും സ്ലോട്ടിയും ശരിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേതാണ് ശരിയുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിലേതാണെന്ന് നോക്കാം. 1, 2, 4 കറക്റ്റാണോ, അല്ല 3 കറക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് 3 നമുക്കറിയാം, നമ്മൾ വായിച്ചതാണ് അല്ലേ. അപ്പോൾ 2ഉം 4ഉം കറക്റ്റാണോ എന്നാണ് ചോദിക്കുന്നത്. 2ഉം 4ഉം കറക്റ്റാണോ, അതെ അല്ലേ, 2ഉം 4ഉം കറക്റ്റാണ്. എന്നാൽ എല്ലാം കൂടി കറക്റ്റാണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ 2ഉം 4ഉം കറക്റ്റാണ്. ഓക്കെ, ഇനി അടുത്തത് പിക്ക് ഔട്ട് ദ റോങ് വൺ. തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മിനിസ്റ്റർ ഓഫ് പവർ മിനിസ്റ്റർ മനോഹർ ലാൽ ഖട്ടറാണ്. കൊമേഴ്സും ഇൻഡസ്ട്രിയും അശ്വിനി വൈഷ്ണവാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനാണ്. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് S ജയശങ്കർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാരാണ്, നമുക്ക് ആ ഒരു മിനിസ്ട്രിയൊക്കെ കംപ്ലീറ്റ് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പോൾ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അശ്വിനി വൈഷ്ണവാണ് കേട്ടോ. ഇപ്പോൾ സോ ഒന്ന് വ്യക്തമായി നിങ്ങൾ ഈ ഭാഗം നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിലാണെന്ന് തോന്നുന്നുണ്ട്, കഴിഞ്ഞ ഡിസ്കഷൻ ആണെന്നാണ് തോന്നുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 63 നമ്മൾ വായിച്ചപ്പോൾ ഉൾട്ടിയായിട്ടാണ്, എന്തോ തെറ്റ് പറഞ്ഞു. കാരണം 63 കേട്ടോ തെറ്റാണ്. ആൻസറിൽ തെറ്റൊന്നുമില്ല, പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം നമ്മൾ തലതിരിഞ്ഞിട്ടാണ് പറഞ്ഞത്, ഞാൻ തലതിരിഞ്ഞിട്ടാണ് പറഞ്ഞത് കേട്ടോ. 63 നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, NACH ഇത് തന്നെ, നാഷണൽ ഓട്ടോമാറ്റഡ് ക്ലിയറിംഗ് ഹൗസ് NACHനെ കുറിച്ചിട്ടാണ്. അത് ആരുടെ പ്രൊഡക്റ്റാണ് NACH അറിയോ? NACH NPCI ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓക്കെ, NPCIയുടെ പ്രൊഡക്റ്റാണ് എന്ത്,
ഈ NaCH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ അല്ലാത്തത് നോട്ട് റിലേറ്റഡ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോട്ട് റിലേറ്റഡ് ഈ ഒരു മേക്കിംഗ് സ്മോൾ ട്രാൻസാക്ഷൻസ് ഓൺലി, അത് അല്ല, ബൾക്ക് ട്രാൻസാക്ഷൻസ് ആണ് നടത്തുക. അപ്പോൾ ഈ NaCH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെ പ്രോഡക്റ്റാണ്? NPCIയുടെ പ്രോഡക്റ്റ് ആണെന്നറിയാം. ഇത് എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കൺസോൾഡേറ്റ് ചെയ്യാം കേട്ടോ. കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള സംവിധാനം തുടങ്ങിയത്. റണ്ണിങ് അക്രോസ് ഇന്ത്യ, NaCH റണ്ണിങ് അക്രോസ് ഇന്ത്യ ആണ്. ഇതൊരു നാഷണൽ ലെവൽ പ്ലാറ്റ്ഫോം ആണെന്ന് പറയാം. അവിടെ ഈ ഗവൺമെൻറ്റിൽ നിന്നുള്ള സാലറി, പെൻഷൻ, അതുപോലത്തെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോകുന്നതാണ്. റിപ്പിറ്റേറ്റീവ് നാച്ചുറലാണ് അടവ് വരിക. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻസും എന്താണ്? NaCHുമായി ബന്ധപ്പെട്ടതാണ്. ഒരെണ്ണം മാത്രമാണ് എന്ത് NaCHൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത്, അതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ 100 ക്വസ്റ്റ്യൻ ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്